ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നൈറ്റ് ഡ്രൈവിംഗ് പലർക്കും ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് അല്ലേ? ഇതിനുള്ള പ്രധാനപ്പെട്ട റീസൺ ആയിട്ട് പലരും പറയാറുള്ളത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന വെഹിക്കിളിൻ്റെ ഹെഡ്ലൈറ്റിൽ നിന്ന് വരുന്ന ആ ഒരു ലൈറ്റിൽ നമ്മളെ കണ്ണിലുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ആണ്. സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് ആൻഡ് ഹൗ വി ക്യാൻ മാനേജ് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു നോർമലായ ആളെ കേസിൽ നമ്മളെ കണ്ണിൻ്റെ അകത്ത് കൃഷ്ണമണിയുടെ ഉള്ളിലായിട്ട് ഒരു സർക്കുലർ ഓപ്പണിംഗ് ഉണ്ട്, അഥവാ പ്യൂപ്പിൾ. ഈ ഒരു പ്യൂപ്പിളിൻ്റെ മെയിൻ ഫങ്ഷനാണ് നമ്മളെ കണ്ണിൻ്റെ അകത്തോട്ട് കിടക്കുന്ന ലൈറ്റിൻ്റെ എമൗണ്ടിനെ കൺട്രോൾ ചെയ്യുക എന്നത്. സോ അതായത് ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് ഉള്ള ഒരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ കണ്ണിന് അത്ര ലൈറ്റിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു പ്യൂപ്പിളിൻ്റെ സൈസ് കൺസ്ട്രിക്റ്റ് ചെയ്ത് കമ്പാരിറ്റീവ്ലി കുറച്ച് ചെറുതാക്കി ആവശ്യമുള്ള ലൈറ്റിനെ മാത്രം കണ്ണിൻ്റെ അകത്തോട്ട് കടത്തിവിടുകയും ഡിം ലൈറ്റ് എസ്പെഷ്യലി ഈ നൈറ്റ് ടൈമിൻ്റെ കേസിൽ നമുക്കൊരു ഇമേജിനെ പ്രോപ്പറായി കാണാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഒരു ലൈറ്റിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി ആ ഒരു സൈസിലുള്ളതിനേക്കാളും കുറച്ചും കൂടെ അതിൻ്റെ സൈസിനെ ഒന്ന് എൻഹാൻസ് ചെയ്തിട്ട് ആയിരിക്കും നമ്മളെ പ്യൂപ്പിൾ ഫങ്ഷൻ ചെയ്യുന്നുണ്ടാവുക. സോ ഇങ്ങനെയുള്ള ഈ ഒരു നൈറ്റ് ഡ്രൈവ് കേസിൽ നമ്മൾ നൈറ്റ് ഡ്രൈവിൻ്റെ ടൈമിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ലൈറ്റ് എക്സ്പോഷർ നമ്മളെ കണ്ണിലോട്ട് വരുന്ന സമയത്ത് നമ്മളെ പ്യൂപ്പിൾ വന്നിട്ട് കൺഫ്യൂസ്ഡ് ആവുകയാണ് ആ ഒരു കേസിൽ. സോ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഐ സ്ട്രെയിനും അനുഭവപ്പെടാറുണ്ട്. ആൻഡ് ഇത് കൂടാതെ അതർ ഒക്കുലർ കണ്ടീഷൻസ് ലൈക്ക് കാറ്ററാക്ടസ് കേസിലാണെങ്കിൽ നമ്മൾ ആ ഒരു നോർമൽ ക്രിസ്റ്റലൈൻ ലെൻസിൽ വരുന്ന ഒരു ഒപ്പാസിറ്റി കാരണം ലൈറ്റ് കണ്ണിലോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് അത് സ്കാറ്ററായി പോവുകയും പിന്നീടുള്ള നൈറ്റ് ഡ്രൈവിങ്ങിൻ്റെ കേസിൽ ഗ്ലെയറും ഹാലോസും ഒക്കെ കാണാൻ ഉള്ള ചാൻസ് വളരെ കൂടുതലായിട്ട് വരുന്നുണ്ട്. സോ ഹൗ വി ക്യാൻ ഓവർകം ദിസ് പറഞ്ഞ കാറ്ററാക്ട് ലേസിക് കണ്ടീഷൻസിലൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. കാറ്ററാക്ടസ് ആണെങ്കിൽ അതിനുള്ള സർജറി ഉണ്ട്. പോസ്റ്റ് ലേസിക് ആണെങ്കിലും ഡ്രൈ ഐസ് ആണെങ്കിലും റിഫ്രാക്റ്റീവ് എറർ ആണെങ്കിലും അതിന് പ്രോപ്പർ സ്പെക്ടക്കിൾ കൊടുത്തിട്ടുള്ള കറക്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഡ്രൈ ഐസ് ആണെങ്കിൽ അതിനുള്ള ലൂബ്രിക്കേറ്റിംഗ് ഡ്രോപ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കണ്ടീഷൻ ഒരു പരിധിവരെ ഓവർകം ചെയ്യാൻ കഴിയും. ആൻഡ് അതർ കണ്ടീഷൻ ലൈക്ക് നമ്മൾ ഒക്കുലർ ഡിഫക്റ്റ് കൊണ്ടല്ലാതെ വരുന്ന ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ്ലി നമ്മുടെ കാറിൻ്റെ വിൻഷീൽഡ് എപ്പോഴും ക്ലീൻ ആയിട്ട് വെക്കുക. നമ്മൾ ആ ഒരു ക്ലീൻ ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് എപ്പോഴും ഒരു ഓപ്പോസിറ്റ് വരുന്ന കാറിൻ്റെ ഹെഡ്ലൈറ്റിലോട്ട് ഫോക്കസ് ചെയ്യാണ്ട് കുറച്ച് റൈറ്റിലോട്ടൊക്കെ ഫോക്കസ് ചെയ്യുക. നമുക്ക് വിഷൻ അത്ര ക്ലിയർ ആയിട്ട് തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗോ ഫോർ എ റെഗുലർ വിഷ്വൽ ചെക്കപ്പ്. ഇപ്പോൾ നമ്മൾ കണ്ണട യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ കണ്ണടയിൽ എപ്പോഴും ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് ടയേർഡായ ടൈമിൽ എപ്പോഴും ഡ്രൈവ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ടയേർഡ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഒരു സൈഡിൽ ഒതുക്കി നമ്മളൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ട്രാവലിംഗ് കണ്ടിന്യൂ ചെയ്യുക. പിന്നീട് വരുന്നത് സീറ്റ് ആണെന്നുണ്ടെങ്കിലും വണ്ടിയുടെ മിറേഴ്സ് ആണെന്നുണ്ടെങ്കിലും നമുക്കൊരു കറക്റ്റ് വിഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്ന പാകത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. സോ എല്ലാവർക്കും നൈറ്റ് ഡ്രൈവിങ്ങിൻ്റെ ഡിഫിക്കൽട്ടി എന്തുകൊണ്ടാണ് വരുന്നതെന്നും എങ്ങനെ ഒരു പരിധി വരെ അത് കൺട്രോൾ ചെയ്യാം എന്നതിനെക്കുറിച്ചും ഒരു ചെറിയ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൻഡ് എല്ലാവരും ഹെൽത്തി ആൻഡ് സേഫ് ആയിരിക്കുക. താങ്ക് യു.